ജസ്വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ബൊഗെയിൻവില്ലകളുടെ ഒരു ചെറിയൊരു സെയിൽ വീഡിയോയാണ്. കവർ സൈസ് പ്ലാന്റുകളും ചെറിയ പോട്ടുകളിലുള്ള പ്ലാന്റുകളുമാണ്. എല്ലാം പ്ലാന്റുകളും ഇവിടെ തന്നെ വേര് പിടിപ്പിച്ച എടുത്ത പ്ലാന്റുകളാണ്. എല്ലാം നല്ല വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ്. TTDC കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാന്റുകൾ അയച്ചു കൊടുക്കും. പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ പ്ലാന്റ് വയലറ്റ് സെപ്റ്റംബറാണ്. ചെറിയ പോട്ടുകളിലുള്ള പ്ലാന്റുകളാണ്. സാമാന്യം കുറച്ച് വലിയ പ്ലാന്റുകളാണ്. പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു പ്ലാന്റിൻ്റെ വലിപ്പം. 180 രൂപയാണ് പ്ലാന്റിൻ്റെ വില. അടുത്ത പ്ലാന്റ് ബ്രിസ മജന്തയാണ്. അത് കവർ ഉള്ള പ്ലാന്റുകളാണ്. ഇതിൻ്റെയും റെഫറൻസ് പിക്ചർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു തൈക്ക് 150 രൂപയാണ് വില. ഇതാണ് അതിൻ്റെ സൈസ്. അടുത്ത പ്ലാന്റ് നെസ്കഫയാണ്. കുറച്ചുകൂടെ ചെറിയ തൈകളാണ്. കവർ സൈസ് പ്ലാന്റുകളാണ്. ഒരു തൈയുടെ വില 130 രൂപയാണ്. പൂക്കളുടെ റെഫറൻസ് പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഇതാണ്. ചെറിയ പ്ലാന്റുകളാണ്. അടുത്തത് പർപ്പിൾ ക്യൂനാണ്. ഇതും കുറച്ച് വലിപ്പമുള്ള ചെടികളാണ്. ചട്ടിക്കകത്ത് നട്ടിരിക്കുന്നവയാണ്. ഒരു തൈയുടെ വില 150 രൂപയാണ്. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. നിറയെ പൂവായിട്ട് നിൽക്കുകയാണ്. മഴയത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, എങ്കിലും നിറയെ പൂവുണ്ട്. തൈകളിൽ ചിലതിലൊക്കെ മുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു തൈയുടെ വലിപ്പവും പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇനിയുള്ളത് കിങ് ഓറഞ്ചാണ്. അതും കുറച്ച് വലിയ തൈകളാണ്. കമ്പുകളൊക്കെ ഞാൻ കുറച്ച് വെട്ടി മാറ്റിയിട്ടുള്ളതാണ്. ആദ്യം നല്ലൊരു ഓറഞ്ച് കളറാണ്. പിന്നീട് ഇത് ഫെയ്ഡായി ഒരു പിങ്ക് കളറിലേക്ക് മാറും. പൂക്കളുടെ റെഫറൻസ് പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും വലിയ പ്ലാന്റ്സാണ്. 150 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില. സൈസ് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ. എല്ലാം നല്ല വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ്. ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സാധാരണ മണ്ണിൽ വളമൊക്കെ ചേർത്താണ് നട്ടുവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുതിയ പോട്ടിംഗ് മിക്സൊക്കെ ഉണ്ടാക്കി അതിലേക്ക് എടുത്തു വെച്ച് നട്ടാൽ മതി. ചുവട്ടിലുള്ള മണ്ണ് ഒട്ടും മാറ്റേണ്ട ആവശ്യമില്ല. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.